ഉമ്മൻചാണ്ടി പിടിച്ചു കിട്ടിയാൽ VM സുധീരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മടങ്ങിയെത്തും. കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സുധീരൻ മത്സരിക്കാൻ മടിച്ചു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പാരഭയന്നാണ്. രമേശ് ചെന്നിത്തലയെയും ഐ ഗ്രൂപ്പിനെയും ഒതുക്കാമെങ്കിലും ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും സുധീരനെ എവിടെ കിട്ടിയാലും വെട്ടുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും സുധീരൻ മടിച്ചു നിൽക്കുന്നത്. സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് അത് പര്യാപ്തതയിലെത്തിയത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ KPCC പ്രസിഡന്റായി ചുമതല സുധീരൻ ഏറ്റെടുത്തിരുന്നു. അന്നു മുതൽ ഉമ്മൻചാണ്ടിക്ക് സുധീരൻ ഒരു സമാധാനവും നൽകിയിട്ടില്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി. മദ്യനയത്തോടെ അത് രൂക്ഷമാക്കിയ സുധീരൻ ആ സർക്കാരിനെ പലതവണ പ്രതിസന്ധിയിലാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുധീരൻ ഇടങ്കോലിടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഇടപെടലുകൾ UDFന്റെ സ്ഥിതി ദയനീയമാക്കിയതാണ് ഉമ്മൻചാണ്ടിയുടെ പരാതി. ഈ പരാതി ശക്തമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു സ്ഥാനവും സ്വീകരിക്കാതെ ഉമ്മൻചാണ്ടി മാറി നിന്നത്. പാർട്ടിയുമായി വലിയ സഹകരണമില്ലാതെ ഹൈക്കമാൻഡിനെ വരെ ധിക്കരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഒടുവിൽ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുകുത്തുകയും സുധീരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് AICC ജനറൽ സെക്രട്ടറി സ്ഥാനവും നൽകി. തന്നെ മാത്രം ശിക്ഷിച്ചതിനുള്ള പരിഭവമാണ് പിന്നീട് കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകിയപ്പോൾ പരസ്യ പ്രതികരണത്തിലൂടെ സുധീരൻ പ്രകടിപ്പിച്ചത്. അന്നും അദ്ദേഹം ആഞ്ഞടിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു. അതിന് പകരം വീട്ടാൻ എ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയും കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുധീരൻ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും എ ഗ്രൂപ്പ് അദ്ദേഹത്തെ വാരിത്തോൽപ്പിക്കും. ഇത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് സുധീരൻ മത്സരരംഗത്തു നിന്നും പിന്മാറി നിൽക്കുന്നത്. അതേസമയം ഹൈക്കമാൻഡ് ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായി ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയാൽ സുധീരൻ മത്സരരംഗത്ത് എത്തും. തുടക്കത്തിൽ AK ആന്റണി നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന്റെ മുന്നണി പോരാളിയായിരുന്നു ഇരുവരും. ചാരക്കേസിൽ ഉൾപ്പെടെ ഈ രണ്ടുപേരുടെയും പങ്ക് പാർട്ടിക്കുള്ളിൽ പാട്ടാണ്. കരുണാകരനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ സുധീരനെ ഒതുക്കാൻ കരുണാകരൻ സ്വീകരിച്ച നടപടിക്ക് ഉമ്മൻചാണ്ടി കൂടി കൂട്ടുനിന്നുവെന്നാണ് സുധീരന്റെ പരാതി. തന്റെ വളർച്ചയെ എക്കാലവും തടഞ്ഞത് ഉമ്മൻചാണ്ടിയാണെന്നാണ് സുധീരന്റെ പക്ഷം. ഇതാണ് ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ തർക്കത്തിന്റെ കാരണവും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര വിജയസാധ്യതയ്ക്കുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സുധീരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചു. എന്നാൽ താൻ മത്സരിക്കില്ല എന്നും ജനസമിതിയുള്ള യുവജനങ്ങൾ കടന്നു വരട്ടെ എന്നുമാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന തൃശൂർ മണ്ഡലത്തിലാണ് സുധീരനെ പരിഗണിക്കുന്നത്. സുധീരന്റെ സ്വന്തം നാടായ തൃശൂരിൽ അദ്ദേഹത്തിന് വിജയിക്കാനും കഴിയും. എന്നാൽ അദ്ദേഹത്തെ വലയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും നിലപാടാണ്. VM സുധീരൻ എവിടെ എന്തിനിറങ്ങിയാലും അദ്ദേഹത്തിനെ വെട്ടാൻ വാളുമായി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും. 2004 അത്രയൊന്നും പ്രശ്നമില്ലാത്ത CPMന്റെ ഡോക്ടർ KS മനോജിനോട് പരാജയപ്പെട്ട ശേഷം സുധീരൻ പിന്നെ മത്സരരംഗത്തുണ്ടായിരുന്നില്ല. ഇനി ഒരിക്കൽ കൂടി മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നേക്കുമായി തിരശ്ശീല വീഴുമെന്ന ഭയമാണ് സുധീരന് ഇപ്പോഴുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തീർച്ചയായും ഉമ്മൻചാണ്ടിയും കൂട്ടരും വാരി തോൽപ്പിക്കും എന്നാണ് സുധീരന്റെ പക്ഷം. എ ഗ്രൂപ്പിനെയും ഉമ്മൻചാണ്ടിയും വരുതിയിൽ കൊണ്ടുവരാനും സുധീരന് കഴിഞ്ഞിട്ടില്ല. അതേസമയം രമേശ് ചെന്നിത്തലയെയും ഐ ഗ്രൂപ്പിനെയും ഒതുക്കി വരുതിയിൽ സുധീരൻ കൊണ്ടുവന്നു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെ വെട്ടാനായി ആരുമായും യോജിപ്പിലെത്തുക എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ തന്ത്രം. അതുകൊണ്ട് തന്നെ സുധീരനെ പരോക്ഷമായി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയിൽ നിന്നും പ്രതികൂലമായി ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയാലേ സുധീരൻ സമ്മതം മൂളുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.